ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു പത്തനംതിട്ട ജില്ലയിലെ മല്ലശ്ശേരി പൂങ്കാവ് സ്വദേശി രാജൻ സാമുവലിനെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുശ്രൂഷകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ബ്രദറിനും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം. നന്ദി. ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിനെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് രാജൻ സാമുവൽ. ഞാൻ പത്തനംതിട്ട ഡയസിസിലെ മല്ലശ്ശേരി സെൻറ്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ചിൻ്റെ ഇടവകാംഗമാണ്. എൻ്റെ മാതാപിതാക്കൾ, അപ്പച്ചൻ്റെ പേര് ശാമുവേൽ തോമസ്. 2012 അപ്പച്ചൻ മരിച്ചു. അമ്മയുടെ പേര് കുഞ്ഞമ്മ ശാമുവേൽ. അമ്മയും 2022 മരിച്ചു. എനിക്ക് എൻ്റെ ഭാര്യയും 3 മക്കളുമാണുള്ളത്. ഭാര്യ സൂസൻ, അവൾ ഒരു റിട്ടയേർഡ് ഗവൺമെൻറ് നേഴ്സാണ്. പിന്നെ 3 മക്കളിൽ മൂത്തയാൾ ദുബൈയിലാണ്, വിവാഹിതൻ. അവന് ഗവൺമെൻറ് ജോലിയിലാണ് ദുബൈയിൽ. 2 മക്കളുമുണ്ട്. രണ്ടാമൻ മോന് പൂനെയിലാണ്. പൂനെയിലെ ബാങ്ക് ഓഫ് ന്യൂയോർക്ക് അവൻ ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാര്യ വന്നിട്ട് ക്രൈസ്റ്റ് കോളേജിൽ പ്രൊഫസറാണ്. മൂന്നാമത്തെ മോള് വന്നിട്ട് UK നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവളുടെ വിവാഹം അടുത്ത ജനുവരി മാസത്തിലാണ്. അമ്മ ദൈവത്തിന് സമർപ്പിച്ച കുട്ടിയെന്ന് കേട്ട് വളർന്ന ആ ബാല്യകാലം ഒന്ന് ഓർമ്മിച്ചു പറയാം. അമ്മയിൽ നിന്ന് പറഞ്ഞു കേട്ടത്, എൻ്റെ ജനന സമയത്ത് ഞാൻ സത്യത്തിൽ 5ാമനായിട്ടാണ് ജനിച്ചത്. എൻ്റെ മൂത്ത 2 പേര് മരിച്ചിരുന്നു ജനിച്ചപ്പോൾ തന്നെ. അപ്പോൾ അതേ സിംറ്റംസ് ഞാൻ ജനിച്ചപ്പോഴും കരയുകയും അപ്പോഴെല്ലാവരും പറയുന്നു ഇവൻ ജീവിക്കുകയല്ല. അപ്പോൾ എൻ്റെ അമ്മ എന്നെ മടിയിലെടുത്തുകൊണ്ട് ഒരു നേർച്ച നേർന്നതായിട്ടാണ് അമ്മ പറയുന്നത്. ദൈവമേ, ഈ മകനെ എനിക്ക് തരാമെങ്കിൽ ഇവനെ ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതായിട്ടും, അപ്പോൾ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എൻ്റെ കാതിൽ ഓതിത്തന്ന ഒരു കാര്യമാണ്, നീ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവനാണ്. അത് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ ആഴമായിട്ട് അടുക്കുവാനും വീട്ടിൽ പ്രാർത്ഥനയും ഭക്തിയെല്ലാം ഉള്ള ഒരു ഭവനമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാകണമെന്നുള്ളൊരാഗ്രഹം വന്നു. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സെമിനാരിയിൽ ചേർന്നു. 3 വർഷം സെമിനാരിയിൽ പഠിച്ചു. ഞാൻ എൻ്റെ സ്കൂളിംഗ് നടത്തിയപ്പോൾ ഒരു 4 വർഷം തമിഴ്നാടിനോട് ചേർന്നായിരുന്നു പഠിച്ചത്, 5ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ. അതുകൊണ്ട് എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയും. അപ്പോൾ 3 വർഷത്തെ മൈനർ സെമിനാരി കഴിഞ്ഞിട്ട് മേജർ സെമിനാരിക്ക് വിട്ടത് എന്നെ തമിഴ്നാട്ടിലെ ട്രിച്ചി സെമിനാരിലോട്ട്. കാരണം എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയാവുന്നതുകൊണ്ട്. പക്ഷേ അതെൻ്റെ ദൈവവിളിക്കൊരു പ്രോബ്ലം ഉണ്ടാക്കി. അവിടെ ട്രിച്ചിയിലോട്ട് പോകാനുള്ള ഒരു സാമ്പത്തിക ശക്തി ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു. എൻ്റെ അപ്പച്ചനൊരു കൃഷിക്കാരനും ഒരു കൂലിവേലക്കാരനുമായിരുന്നു.
റെക്ടറിനെ പോയി കണ്ടു. അപ്പോൾ റെക്ടറും പറഞ്ഞ് എത്രമാത്രം സഹായിക്കാൻ, അന്നത്തെ കാലത്ത് 75-78 പീരീഡാണ്. അപ്പോൾ റെക്ടറും പറഞ്ഞ് എത്രത്തോളം ഒക്കും. അങ്ങനെ ഞാൻ സെമിനാരി വിടുകയാണ്, സാമ്പത്തികമായി പിന്നോക്കം നിന്നത് കാരണം. മേജർ സെമിനാരി പോകാതെ ആർമിയിൽ പോയി ചേർന്നു. അങ്ങനെ ആർമി ജീവിതം തുടങ്ങുകയായിരുന്നു. സെമിനാരിയിൽ നിന്നും ആർമിയിലേക്ക് പോയപ്പോൾ ഈ സെമിനാരിയിലെ സ്പിരിച്വൽ ഫോർമേഷൻ എത്രമാത്രം സഹായകരമായി? സെമിനാരിയിൽ ഞാൻ 3 വർഷമേ പഠിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ അവിടെ കിട്ടിയ ആ ഫോർമേഷൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുമുണ്ട്. പ്രത്യേകിച്ച് ആർമി ജീവിതം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെയുള്ളത്. പക്ഷേ ഈ സെമിനാരിയിൽ കിട്ടിയ ആ പഠിത്തം, ആ വിശുദ്ധനാകണമെന്നുള്ള ഒരാഗ്രഹം കാരണം ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദിവസവും ബൈബിൾ വായിക്കുന്നവനായിരുന്നു. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോകുമായിരുന്നു. എത്ര ദൂരം പള്ളിയാണെങ്കിൽ തന്നെയും ആർമി ഏരിയയിൽ നിന്ന് ഞാൻ പോകാറുണ്ടായിരുന്നു. പിന്നെ ആർമിയിൽ ഫ്രീ ആയിട്ട്, അന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് റമ്മൊക്കെ കുടിക്കാൻ കിട്ടുമായിരുന്നു. ഞാൻ നിശ്ചയിച്ചു എനിക്ക് റമ്മ് വേണ്ട, ബീഡി, സിഗരറ്റ്, പിന്നെ ഈ തമ്പാക്കു, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടിയതെല്ലാം ഈ സെമിനാരി ഫോർമേഷനിൽ കൂടാണ്. നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് ഈ ഫോർമേഷൻ എന്നെ ഒത്തിരി സഹായിച്ചു. ഏത് സമയത്താണ് നവീകരണത്തിലേക്ക് കടന്നു വന്നത്? അതെ, ആർമിയിലും ഞാൻ നല്ല ജീവിതമൊക്കെ ജീവിച്ച്, ആർമിയിൽ ഞാൻ പ്രധാനമായിട്ട് പാരച്യൂട്ടിങ് ചെയ്യുമായിരുന്നു, കമാൻഡോ ആയിരുന്നു 2 വർഷം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പാരച്യൂട്ടിങ്ങിനകത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അത് കാരണം ആർമിയിൽ മെഡിക്കലി ഞാൻ കാറ്റഗറി സി എന്ന് പറയും, അതായത് ലോവർ മെഡിക്കൽ കാറ്റഗറി ആയിപ്പോയി. പിന്നെ എനിക്കൊരു ഫർദർ പ്രൊമോഷൻ തരത്തില്ല, ജോലി ചെയ്യാം പക്ഷേ പ്രൊമോഷൻ ഇല്ലാത്ത ഒരവസ്ഥ. അടുത്തത് എൻ്റെ മോളുണ്ടാകുന്നത് 95-ൽ. അപ്പോൾ മോളുണ്ടായിക്കഴിയുമ്പോൾ വൈഫ് ജോലിക്കാരിയാണ്, 2 കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട്, 3ാമത്തെ മോള് വരുന്നു. അപ്പോഴൊരു തീരുമാനം എടുക്കുകയാണെന്ന് ആർമി വിട്ട് കളയാം. ആർമി വിട്ടിട്ട് സിവിലിൽ എവിടെയെങ്കിലും ജോലി ചെയ്യാം, കുഞ്ഞുങ്ങളെയും നോക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ VRS എടുത്തു. VRS എടുത്ത് വന്നിട്ട് എൻ്റെ മനസ്സിൽ ആദ്യം കൂടിയത് വിദേശത്ത് എവിടെയെങ്കിലും പോകാമെന്നുള്ളത്. മോൾക്കൊരു വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വിദേശത്ത് പോകാനും വേണ്ടി, അങ്ങനെ ഒരു പ്രാവശ്യം വിദേശത്ത് പോകാനുള്ള വിസയെല്ലാം വന്നിരിക്കുന്നു, പെട്ടെന്ന് തയ്യാറായി വാന്നും പറഞ്ഞുകൊണ്ടൊരു ദിവസം കോൾ വരികയാണ്. അപ്പം നാട്ടിൽ ചെന്നിട്ട്, അന്ന് ഞങ്ങൾ മധ്യപ്രദേശിലാണ് താമസിക്കുന്നത്, അപ്പോൾ നാട്ടിൽ ചെന്ന് അമ്മയോടുമൊക്കെ യാത്ര പറഞ്ഞ് തിരിക്കാനും വേണ്ടി ഞാൻ നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഒരു 10 ദിവസം ഉണ്ടായത് കാരണം എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഞാൻ അന്നാണ് ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ മുരിങ്ങൂർ പോകുന്നത്. ദൈവം പേര് ചൊല്ലി എന്നെ വിളിച്ചു എന്ന് ബോധ്യമായതും ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതും എന്നായിരുന്നു? അതെ, ഞാൻ ആ ഡിവൈനിൽ 1997 ആദ്യമായിട്ട് ഞാൻ ഡിവൈനിൽ പോകുന്നതും ഒരു റിട്രീറ്റ് അങ്ങനെ കൂടുന്നതും. അന്ന് ബ്രദർ തോമസ് പോളിൻ്റെ റിട്രീറ്റ് ആയിരുന്നു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാമത്തെ ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ നമ്മുടെ പനക്കലച്ചന് പേര് വിളിച്ച് അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിനകത്ത് ദൈവം രാജനെയും സൂസനെയും സ്പർശിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഈ 20,000-നകത്ത് എത്രയോ രാജന്മാരും സൂസന്മാരും കാണും. ഞാനത് അനങ്ങാതെ നിന്നത് കേട്ടിട്ട്. അപ്പോഴാണ് അടുത്ത ലൈനായിട്ട് അച്ഛൻ പറയുകയാണ്, പനക്കലച്ചൻ പറയുകയാണ്, എന്തിനു നീ സംശയിക്കുന്നു, രാജനെയും മേരിക്കുട്ടിയെയും ദൈവം തിരഞ്ഞെടുക്കുന്നു. എൻ്റെ വൈഫിൻ്റെ ഒഫീഷ്യൽ പേര് മേരിക്കുട്ടി എന്നാണ്. അത് കേട്ടതും എൻ്റെ തല തൊട്ട് കാലുവരെ അങ്ങ് കുളിര് കൂരിടിട്ടു. ഞാൻ ദൈവത്തെ വിളിക്കുകയും അത് എന്നെ സ്പർശിച്ച് എൻ്റെ പേരെടുത്ത്, അന്നൊന്നും അവിടെ പേര് പോലും എഴുതിക്കാത്തൊരു സമയമാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു കാർഡ് തരത്തേ ഉള്ളൂ, നമ്മുടെ പേരൊന്നും അവിടെ എഴുതിക്കുന്നില്ല. അപ്പോൾ പേരെഴുതിക്കാത്ത ഒരു സ്ഥലത്ത് എൻ്റെയും വൈഫിൻ്റെയും പേരെടുത്ത് ഇങ്ങനെ അച്ഛൻ പറയുക എന്ന് പറഞ്ഞാൽ അതെന്നെ ഒന്ന് സ്പർശിച്ചു. അതെൻ്റെ ഒരു വിളിയായിട്ട് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ മാതാവിൻ്റെ ആ നാട്ടിലൊക്കെ, പ്രത്യേകിച്ച് ലാറ്റിൻ സഭയിലെ നൊവേന എന്ന് പറഞ്ഞാൽ 9 ദിവസത്തെ പ്രാർത്ഥനകളാണ്. 9 സെപ്റ്റംബർ 7-ാം തീയതി വരെ 9 ദിവസം നൊവേന പ്രാർത്ഥനകൾ നടക്കും. അത് കഴിഞ്ഞിട്ട് 8-ാം തീയതി മാതാവിൻ്റെ ജന്മ നമ്മൾ കൊണ്ടാടുന്നു. അപ്പോൾ ആ വർഷം 98-ലെ ആ വർഷം ഞങ്ങളുടെ അച്ഛൻ ഫാദർ സൈമൺ, ജബൽപൂർ ഡയസിസിൻ്റെ അച്ഛൻ, അവിടെ അനൗൺസ് ചെയ്ത് ഈ വർഷം വേറെ അച്ഛന്മാരെ ആരെയും വിളിക്കുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പങ്കിടുക എന്ന്. ഈ ഡിവൈനിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ ഞാൻ ചില മാഗസീനുകളൊക്കെ വരുത്തി, നമ്മുടെ ഡിവൈൻ വോയിസ്,
ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു മാഗസിനകത്ത് എനിക്ക് വായിക്കാൻ കിട്ടി, മെയ് മാസത്തെ ഇതിൽ, നീ റോസറി മാല കൊന്ത ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലുകയാണെങ്കിൽ അത് എന്താവശ്യപ്പെട്ടാലും നിനക്ക് കിട്ടുമെന്ന്. ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി ഒരു 15 ദിവസത്തിനകമായിട്ട് എനിക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ സോൾജിയർ ബോർഡിൻ്റെ ഓഫീസുണ്ട്, അവിടെ പോയി ഒപ്പിടിപ്പിക്കാനും വേണ്ടി പോകണമായിരുന്നു. അവിടെ ചെന്നുടനെ അവിടുത്തെ ഓഫീസർ എന്നോട് ചോദിക്കുകയാണ്, നീ എന്തോ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, എന്നോട് ശ്രമിക്കുന്നേ ഉള്ളൂ. റിട്ടയർ ആയിട്ട് ഇത്ര വർഷമായല്ലോ, ഇതുവരെയും ചുമ്മാ ഇരിക്കുന്ന നിനക്കിത് ലജ്ജയല്ലയോ, ഇന്നടത്ത് പോയി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രൈവറ്റിലൊന്നും ചെയ്യേണ്ട. അതെന്താ? ഞാൻ പറഞ്ഞു, എന്നോട് പൈസ ഒന്നും തരത്തില്ല, അതുകൊണ്ട് വേണ്ട. നീ ചോദിച്ചു, നിന്നെപ്പോലെ ഒരാളെ അവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒപ്പിടാനുള്ള കടലാസിനെ അവിടെ വെച്ചിട്ട് എന്നെ ആദ്യം അവിടെ പറഞ്ഞു വിടുകയാണ്. ഞാൻ അവിടെ ചെന്ന് എന്നെ കണ്ടിട്ടുടനെ ഇൻ്റർവ്യൂ ഒന്നുമില്ല. എൻ്റെ അടുത്ത് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, ഇന്നയാൾ പറഞ്ഞു വിട്ടാണ്. അപ്പോഴെന്നോട് ചോദിക്കുന്നത്, ഇന്നിപ്പോൾ ജോയിൻ ചെയ്യാനാണോ വന്നേക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ജോയിൻ ചെയ്യാനൊന്നുമല്ല വന്നേക്കുന്നത്, ഇന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം എന്താ? ഞാൻ പറഞ്ഞ പോലെ പൈസയില്ലാതെ. അപ്പോൾ ഞാൻ ചോദിച്ച പേയ്മെൻറ്റ് തരാനുള്ള ഇത്. അപ്പോഴെൻ്റെ കണ്ണ് തുറന്നു. 15 ദിവസം ഞാൻ കൊന്ത ചൊല്ലിയപ്പോൾ എനിക്ക് വിളിച്ചൊരു ജോലി, ഞാൻ അപ്ലൈ ചെയ്തില്ല, എനിക്ക് ആ സ്ഥലത്തെപ്പറ്റി അറിയത്ത് പോലുമില്ലായിരുന്നു. അങ്ങനൊരിടത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു ജോലി തരുന്നു, നല്ലൊരു സ്റ്റാറ്റസ് ഉള്ളൊരു ജോലിയാണ് അവിടെ, അത് ഇങ്ങനെ തരുന്നതായിട്ട് ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ കൊന്ത ചൊല്ലാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾക്ക് മാതാവിൽ നിന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിറ്റ്നസ് തരിക. അപ്പോഴെനിക്കൊരു ഭയങ്കര ഭയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഹിന്ദിയിൽ എങ്ങനെ സംസാരിക്കും? ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു രൂപം അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ആ മാതാവിൻ്റെ രൂപത്തിലോട്ട് നോക്കി ഞാൻ കയ്യും കൂപ്പിയെന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഈ സാക്ഷ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല, എനിക്ക് പേടിയാണ്, അച്ഛൻ ചിലപ്പോൾ ഇനിയും വഴക്ക് പറഞ്ഞേക്കും. അതുകൊണ്ട് അച്ഛനെ എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്, ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ നിന്നും ഇറങ്ങി വെളിയിൽ പോവുകയാണ്. നോവേന പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പതിവ് പോലെ മലയാളികളായ കൂട്ടുകാരുടെ അടുത്തൊക്കെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ, ഞാൻ ഈ പ്രാർത്ഥിച്ച സമയത്ത് വേദിയിൽ നിൽക്കുകയായിരുന്നു, ഓൾട്ടറിൻ്റെ അടുത്ത്. ഞാൻ പോകുന്നത് കണ്ടുകൊണ്ട് എൻ്റെ പുറകെ അച്ഛൻ ഇറങ്ങി വരുന്നതും ഞാൻ അവിടെ അവരോട് സംസാരിക്കാൻ അങ്ങോട്ട് തുടങ്ങിയുള്ളൂ. അച്ഛൻ എൻ്റെ പുറകിൽ വന്ന് എൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറയുകയാണ്, രാജൻ, നിന്നിൽ നിന്നും ഒരു വിറ്റ്നസ് കേൾക്കണം. അപ്പോഴും എന്നെ ഒരു കോരിത്തരിച്ചതുപോലായിപ്പോയി. അച്ഛൻ നാളെ പറയണമെന്ന് ചോദിച്ചു. നാളെയല്ല, ഇനി 9-ാം തീയതി ഞങ്ങളുടെ പള്ളിയിൽ ഈ കൊടി താക്കുന്ന ഒരു ഫംഗ്ഷൻ നടത്താറുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ, അന്ന് ആൾക്കാരെ വിളിക്കും, പക്ഷെ മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് രാജൻ ഒരു കാര്യം ചെയ്യും, മാതാവിനെക്കുറിച്ചൊരു 1/4 മണിക്കൂർ ഒന്ന് പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടിട്ട് പോവുകയാണ്. എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതായിരുന്നു, ഞാൻ ഹിന്ദിയിൽ എങ്ങനെ പ്രസംഗിക്കും, എന്താണ് ഇനി മാതാവിനെക്കുറിച്ച് പറയേണ്ടത്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബൈബിൾ തുറന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു വചനം മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 33-ാമത്തെ വചനമായിരുന്നു. ഫലത്തിൽ നിന്നും വൃക്ഷത്തെ അറിയുക. യേശു മാതാവിൻ്റെ ഗർഭഫലമാണ്. യേശുവിൽ നിന്നും മാതാവിനെ അറിയുക. ഈ വെളിപ്പാടും എങ്ങനെ കിട്ടിയത്? ആ മാസത്തെ വചനോത്സവം വന്നതിനകത്ത് ഇതേ വാക്യം എഴുതിയിട്ട് മാതാവിനെക്കുറിച്ചായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ നോട്ട് ചെയ്തിട്ടാണ് 9-ാം തീയതി ചെന്ന് പ്രസംഗിക്കാൻ വേണ്ടി നിന്ന്. അന്നത്തെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മാതാവിനെക്കുറിച്ച് പറഞ്ഞതും. ഞങ്ങളുടെ ജബൽപൂർ ഡയസസിലുള്ള 2-3 പള്ളികളിലൊക്കെ കൊണ്ടുപോയി എന്നെക്കൊണ്ട് പ്രസംഗിപ്പിക്കുകയും അതൊരു തുടക്കമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2000-ൽ ഹസാരിബാഗ് രൂപതയുടെ ഒരച്ഛന്, ഫാദർ ജോസ് പ്രകാശ്, ആ അച്ഛനാണ് എൻ്റെ ഒരു നല്ല സ്പിരിച്വൽ ഫാദറും എന്നെ ഈ പ്രസംഗത്തിലേക്കും എന്നെ മിഷണറി ആക്കാനും എന്നെ ഗൈഡ് ചെയ്തതും എന്നിലുള്ള കുറവുകളെ തിരുത്തി തരുവാനും എന്നെ പ്രൊമോട്ട് ചെയ്യുവാനും വിൻസെൻഷ്യൽ അച്ഛന്മാരായാലും മറ്റ് സെൻറ്ററുകൾ നോർത്തിലുള്ള എവിടെയൊക്കെയാണേലും എല്ലായിടത്തും കൊണ്ടുപോയി എന്നെ പരിചയപ്പെടുത്തുന്നതും എനിക്ക് അവസരം തന്നതും എല്ലാം ഈ ഫാദർ ജോസ് പ്രകാശ് അച്ഛനാണ്. ജബൽപൂരിൽ ഈ പ്രാർത്ഥനാ സെൻറ്റർ തുടങ്ങിയപ്പോൾ ഞാൻ അച്ഛനുമായിട്ട് ജോയിൻ ചെയ്ത് അച്ഛന് എവിടെയൊക്കെ റിട്രീറ്റിന് പോകണോ അവിടെ എല്ലാം എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഇതങ്ങോട്ട് വളരുവാൻ തുടങ്ങി. എഗെയിൻ സെപ്റ്റംബർ മാസം മാതാവിൻ്റെ തിരുനാൾ അടുക്കുകയായിരുന്നു. അന്ന് ഞാൻ ഈ 9 ദിവസവും അങ്ങ് ഉപവസിക്കാൻ തീരുമാനിച്ചു, ഒരു ഡിസിഷൻ എടുക്കാനും വേണ്ടി. അപ്പോൾ തിരിച്ച് ഡൽഹിയിലെ നിസാമുദ്ദീൻ സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുവിടാനായിട്ട് സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ ഒരു വണ്ടിയിൽ അവിടുത്തെ ഒരു ബ്രദർ കൊണ്ടുവരികയായിരുന്നു. ആ ബ്രദറിൻ്റെ മൊബൈലിൽ ബെല്ലടിക്കുന്നു, ബ്രദർ എടുക്കുന്നു,
ഉടനെ എൻ്റെ കയ്യിൽ തരികയാണ്, ബ്രദറിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ഉടനെ അത് അജ്മീർ ഡയസിസിൻ്റെ യൂത്ത് ഡയറക്ടറിൻ്റെ ആയിരുന്നു. ഇന്നപോലെ ഞങ്ങൾക്ക് ഈ മാസം ഒരു റിട്രീറ്റ് വെക്കണം, യൂത്തിന് വേണ്ടി ബ്രദറൊന്ന് വരാമോ എന്ന് ചോദിക്കുന്നു. ഉടനെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ. ഉടനെ തന്നെ പറഞ്ഞു ആട്ടെന്ന് പറഞ്ഞു. കൂടെ ഇരുന്ന ജോസ് പ്രകാശ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു, ഇനിമേൽ ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞാൻ ദൈവത്തിൻ്റെ വേലയെ ഇനി ചെയ്യുന്നുള്ളൂ. അന്ന് തൊട്ട് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പൈസയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ വേല എനിക്ക് ചെയ്യണം, അതിനുവേണ്ടി മാത്രം. മിഷൻ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ 2001 മിഷൻ പ്രദേശങ്ങളിലേക്ക് പോകുവാൻ തുടങ്ങി. അവിടെ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, വേദപുസ്തകം ഇങ്ങനെ അങ്ങ് ചുമ്മാതെ വിതറി കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഓരോന്ന് അവരെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ടോ അതിനകത്തുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കിയാലോ അതിൻ്റെ എഫക്റ്റ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ സ്വയം ഒരു വേദപുസ്തകമായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ പറയാറുണ്ട് 4 സുവിശേഷം വായിച്ചിട്ട് 5-ാം സുവിശേഷമായിട്ട് അവരുടെ ഇടയിൽ പോകണമെന്ന്. അങ്ങനെ ആ വേദപുസ്തകമായിട്ട് യേശുവിൻ്റെ ഒരു രൂപമായിട്ട് 5-ാം സുവിശേഷമായിട്ട് ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോകാനും ആ ഗ്രാമങ്ങളിൽ അവരോടൊപ്പം താമസിക്കുവാനും നമ്മുടെ ജീവിതത്തെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ, നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മളെങ്ങനെയാണ് യേശുവിനെ പോലെ സ്നേഹിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുവാൻ തുടങ്ങി. 1-2 കാര്യങ്ങൾ എനിക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അവർക്ക് സത്യത്തിൽ പ്രാർത്ഥനയെപ്പറ്റിയുള്ള ശരിയായിട്ടുള്ള ഒരു അറിവില്ല. ക്രിസ്ത്യാനികളായി മാമോദിസ സ്വീകരിച്ചവരുണ്ടെങ്കിൽ തന്നെയും അവർ നമ്മൾ ജീവിക്കുന്ന രീതിയിലല്ല അവരുടെ ജീവിതം. ദൈവം എനിക്കൊരു പ്രേരണ തന്ന് ഞാൻ ഏകദേശം ഒരു 2010 തൊട്ട് പ്രാർത്ഥനകൾ ഹിന്ദിയിൽ എഴുതുവാൻ തുടങ്ങി. അതുപോലെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പഠിച്ച് ഓരോ കൂദാശകളെയും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അതിൻ്റെ ചോദ്യോത്തര രീതിയിൽ, നമ്മുടെ UCAT-നകത്ത് അങ്ങനത്തെ ചോദ്യോത്തര രീതിയുണ്ട്, അതുപോലത്തെ രീതിയിൽ ചെറിയ സിമ്പിളായിട്ട് എഴുതിയിട്ട് അവരെ പഠിപ്പിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അത് 2017 വന്നിട്ട് ഞാനൊരു പുസ്തകമാക്കി, പാരിവാരിക് പ്രാർത്ഥന ഇവം ധർമ്മശിക്ഷ എന്നും പറഞ്ഞുകൊണ്ട്. അതിൻ്റെ പകുതി ഭാഗം പ്രാർത്ഥനകളാണ്, 2ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗിസമാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി. അതെല്ലാ പള്ളികളിലും അവരുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനും കൺഫർമേഷനും എല്ലാ പുസ്തകങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതൊക്കെ ഒത്തിരി സഹായകമായി. ഇപ്പോൾ സാറ് ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ശുശ്രൂഷകൾ എങ്ങനെ തുടർന്ന് പോകാൻ പറ്റുന്നത്? അതെ, ഞങ്ങൾ 2020 ഈ കൊറോണ തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് ഇവിടെ കേരളത്തിലോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. ഏകദേശം 40 വർഷം ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ശുശ്രൂഷകളായിട്ട് ഒരു 25 വർഷവും ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും സെയിം ഇത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ, അവിടെ വെച്ച് എപ്പോഴും പോയിക്കൊണ്ടിരിക്കാൻ ഒക്കുമായിരുന്നു. ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും വിളിച്ചാൽ ഞാൻ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് ഇത്ര ദൂരെ ആയതുകൊണ്ട് എപ്പോഴും പോകാൻ ഒക്കുന്നില്ല. എങ്കിൽ തന്നെയും ഈ 4-5 വർഷത്തിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം നോർത്ത് ഇന്ത്യയിൽ മിഷൻ ഏരിയയിൽ പോയി. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസവും ഏകദേശം 10-20 ദിവസം പോയിരുന്നു.
ഇപ്പോൾ വൈഫ് റിട്ടയർ ആയതുകൊണ്ട് വൈഫിനെയും കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വൈഫും കൂടെ വരും. അത് ഈ ഭവന സന്ദർശനത്തിനും വില്ലേജിലുള്ള പ്രോഗ്രാമിനുമൊക്കെ അത് ഇച്ചിരൂടെ ആഴം കൂട്ടുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ചെന്നിട്ട് അവിടെ സുവിശേഷം കൊടുക്കുന്നതും ജീവിക്കുന്നത് കാണുന്നത്. പിന്നെ അടുത്തത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്, ഞാൻ യൂട്യൂബൊന്നും കാണുന്ന ആളല്ലായിരുന്നു, എങ്കിൽ തന്നെ ആൾക്കാർ അവിടുത്തുകാർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ആഴ്ചയിൽ 1ഉം 2ഉം ക്ലാസ് വെച്ച് എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ദിവസവും രാവിലെ 5 മണിക്ക് ഒരു ബൈബിൾ ക്ലാസ് ഈ ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യ മിഷൻ ഏരിയ ഉള്ളവർക്ക് വേണ്ടി കുറഞ്ഞതൊരു 1000 പേരെങ്കിലും കുറഞ്ഞത് ഒരു ആവറേജ് ദിവസവും അത് കാണുകയാണ്. അങ്ങനെ ആ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം ദൈവാനുഭവങ്ങളുണ്ടാകാം. ബ്രദറിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ? 2010 ഏപ്രിൽ 26 അന്ന് റായ്ഗഡ് ഡയസിസിൽ ഒരു വില്ലേജ് ഏരിയ, അവിടെ ആയിരുന്നു എൻ്റെ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് റായ്ഗഡ് സ്റ്റേഷനിൽ വരണം ട്രെയിൻ പിടിച്ചിട്ട്. എനിക്ക് ജബൽപൂർ, അന്ന് ഞങ്ങൾ ജബൽപൂരിലാണ് താമസിക്കുന്നത്. അപ്പോൾ ജബൽപൂരിലോട്ട് പോകാനും വേണ്ടി റായ്ഗഡ് സ്റ്റേഷനിൽ വരണം. അപ്പോൾ ആ വില്ലേജ് ഏരിയയിൽ നിന്ന് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ ബസ്സിൽ യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് രാവിലത്തെ 9 മണിക്ക് ഉള്ള ട്രെയിൻ, അഹമ്മദാബാദ് കൽക്കട്ട എക്സ്പ്രസ്, അതാണ് എനിക്ക് പിടിക്കാനുള്ളത്. ഞാൻ അവിടെ സ്റ്റേഷൻ്റെ അടുത്ത് വന്നപ്പോൾ അറിയുന്നു ട്രെയിൻ വിടുകയാണെന്ന്. ഞാൻ ഓടിപ്പോയി കയറുകയും ചെയ്തിരുന്നു. പക്ഷേ സ്റ്റെപ്പിൽ നിന്നും എൻ്റെ കാല് തെറ്റിപ്പോയി. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഞാൻ ട്രെയിനിൻ്റെ കീഴിലോട്ടാണ് പോയത്. അപ്പോൾ ഒരു വിളിച്ചൂലൊക്കെ കേൾക്കാം, ചത്തു, കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ആരും ആ ട്രെയിനിനെ നിർത്തിയില്ല. ആരും ചെയിൻ വലിച്ചുമില്ല, നിർത്തിയുമില്ല. ബാക്കി ബോഗി മുഴുവനും എൻ്റെ മുകളിൽ കൂടെ പോവുകയാണ്. ആ സമയത്ത് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ വീണതായിട്ട് എനിക്കറിയാം, പക്ഷെ ഞാൻ ആരുടെയോ കയ്യിൽ കിടക്കുന്നതായിട്ട് എനിക്കൊരു അനുഭവം. ഈ തറയിൽ കിടക്കുന്നതായിട്ടോ എനിക്ക് മുറിവ് പറ്റിയതായിട്ടോ ഒന്നും എനിക്കറിയുന്നില്ല. ഞാൻ ആരുടെയോ കയ്യിലാണ്. തലപൊക്കരോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കേൾക്കുന്ന പോലൊക്കെ എനിക്ക് തോന്നി. ആ അനുഭവത്തിൽ കിടന്നു. ട്രെയിൻ മുഴുവൻ പോയി കഴിഞ്ഞപ്പോൾ എന്നെ പൊക്കിയെടുത്ത് വെളിയിൽ ഇടുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കാഴ്ചയൊക്കെ വന്നത്. അന്നേരം ഒരു അബോധാവസ്ഥ എന്ന് പറയാം. ഞാൻ പിന്നെ കണ്ണ് തുറക്കുന്നു. നോക്കിയപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വസ്ത്രമെല്ലാം കീറി പറഞ്ഞു പോയിരിക്കുന്നു. ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. പോലീസുകാരൊക്കെ ഉണ്ട് അടുത്ത്. കാലൊക്കെ തൊലിയൊക്കെ പോയി, വിരലുകളൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ പൊക്കി എടുത്തുകൊണ്ട് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ ഓപ്പറേഷനുകളൊക്കെ നടന്നു. അവിടെയും പല പല അത്ഭുതങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു മേജർ ഓപ്പറേഷന് വേണ്ടി വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത്. അപ്പോഴത്തേന് എൻ്റെ ഫോണൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ ഓടിയായിരുന്നു. അതെല്ലാം പോലീസുകാർ കണ്ടുപിടിച്ച് വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം അവർ ഫോൺ അങ്ങ് ചെയ്തു. അങ്ങനെ വൈഫ് ആഗ്രഹിച്ചു ജബൽപൂരിലോട്ട് എങ്ങനെയും അങ്ങ് വിടാമെങ്കിൽ ഞങ്ങളവിടെ നോക്കാം. അങ്ങനെ അവിടുന്ന് ആംബുലൻസിൽ എന്നെ ജബൽപൂരിൽ കൊണ്ടുവന്നു. എൻ്റെ 2 കാലും ഒടിവാണ്. വലത്ത് കാലിൻ്റെ പാദത്തിൽ മാംസവും തൊലിയും എല്ലാം പോയി, വിരലുകൾ പോയി, ഇങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതിയായിരുന്നു. ഇടത് കാലിൻ്റെ ആംഗിളിൽ നിന്ന് മൊത്തം കണക്ഷൻ വിട്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെ മുഴുവൻ ശരീരവും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. വസ്ത്രം പോലും കീറിപ്പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഓർക്കാനുള്ളതേ ഉള്ളൂ എത്ര ഭയാനകമായ ഒരു ഘടനയായിരുന്നു. അപ്പോൾ ഒരു 25 ദിവസത്തോളം ഡോക്ടർമാരിങ്ങനെ ഇതൊക്കെ ചെയ്തു നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഈ കാല് വെച്ചുകൊണ്ടിരിക്കാനൊക്കത്തില്ല, ഇതിനെ നമുക്കങ്ങ് അമ്പ്യൂട്ട് ചെയ്യണം, കണ്ടിച്ച് കളയാം, അല്ലെങ്കിൽ ചിലപ്പം ജീവന് അപകടമാണല്ലോ എന്ന്. അപ്പോൾ വൈഫ് കൂടെ ഉണ്ടായിരുന്നവൾക്ക് അറിയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവൾ നേഴ്സായത് കാരണം ആ ഡോക്ടറിനോട് ആവശ്യപ്പെട്ടു, എൻ്റെ ആശുപത്രിയിൽ ഞാനൊന്ന് കൊണ്ടുപോയി നോക്കിക്കോട്ടെ. അപ്പോൾ ഡോക്ടർ സമ്മതിച്ചു. വൈഫ് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, നേരെ വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് പിന്നെ വൈഫാണ് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. സത്യത്തിൽ അടുത്ത ഒരെണ്ണമെന്ന് പറഞ്ഞാൽ, ഈ സംഭവം നടന്ന് എൻ്റെ ഡിസ്ചാർജായി അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഛത്തീസ്ഗഡിൽ നിന്നും ഒരു സ്ത്രീ എനിക്ക് ഫോൺ ചെയ്യുകയാണ്. ബ്രദറെ, ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പള്ളിയിൽ ദിവസവും ബ്രദറിന് വേണ്ടി ആരെങ്കിലും ഒരാൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞിട്ട് ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ പ്രാർത്ഥന കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വലത് കാലിനെ കണ്ടിച്ച് കളയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു, അതിൽ തൊലിയെല്ലാം പോയതാണ്, മാംസം പോയിരിക്കുന്നു, എല്ല് പോയിരിക്കുന്നു.
അതിനി വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല, അതിനെ കണ്ടിച്ച് കളഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കാലൊക്കെ പിടിപ്പിക്കാമെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ആ സഹോദരി എന്നോട് ചോദിക്കുകയാണ്, ബ്രദർ, ഞങ്ങളുടെ പള്ളിയിൽ വന്നപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ എസെക്കിയേൽ 37 അധ്യായം. അപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഈ ഓർമ്മ വന്ന് എസെക്കിയേൽ 37 എസെക്കിയേൽ കണ്ട ആ ദർശനം. അവിടെ എല്ലുകൾ കൂടിച്ചേരുന്നതായിട്ടും അതിൽ മാംസം വരുന്നതായിട്ടും ഞരമ്പുകൾ വരുന്നതായിട്ടും അതിൽ തൊലി ഇടുന്നതായിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനായിട്ട് നിൽക്കുന്നതായിട്ടുമുള്ള സംഭവം എൻ്റെ ജീവിതത്തിൽ അത് പിന്നീട് സംഭവിച്ചു. വൈഫ് വീട്ടിൽ കൊണ്ടുപോയി അവളൊരു 10-15 ദിവസം എന്തോ കണ്ടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് ഇതിനൊരു രൂപവും ഭംഗിയോ ഏതാണ്ടൊക്കെ മരുന്നൊക്കെ ഒഴിച്ച് ഈ മാംസം ഇല്ലാത്തടത്ത് മാംസം കിളിക്കാനൊക്കെ തുടങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ കാലിങ്ങനായോ, ഇന്ന് അഡ്മിറ്റാക്ക്, ഞാൻ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ടൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നടക്കാനും തുടങ്ങി. നവംബർ മാസം 2010 നവംബറിൽ വീണ്ടും ഞാൻ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷകൾ ചെയ്തപ്പോൾ എങ്ങനെയൊക്കെയാണ് കുടുംബത്തിലെ ദൈവാനുഗ്രഹങ്ങൾ പ്രതിഫലിച്ചത്? കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് വളർത്തുവാനും ആത്മീയമായും എല്ലാ കാര്യങ്ങളിലും നല്ലതായി വളർത്തുവാനുള്ള പ്രചോദനം കിട്ടി. രാജചതിനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും എല്ലാം ദൈവം തന്നു. കുടുംബ പ്രാർത്ഥന എന്നും വൈകിട്ട് 7 മണിക്ക് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും എല്ലാവരുടെയും പേരിൽ ഓരോ ബൈബിൾ വാങ്ങിച്ച് എല്ലാവരുടെയും പേരെഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഓരോ അധ്യായം വായിക്കുകയും എല്ലാം ചെയ്ത് കുഞ്ഞുങ്ങളങ്ങനെ നല്ല രീതിയിൽ വളർന്നു. അവരെ നല്ലതായിട്ട് പഠിപ്പിക്കുവാനും അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ജോലി ദൈവം ഒരുക്കി വെച്ചിരുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് ജോലിയിലാണ്. കുഞ്ഞുങ്ങളും അതുപോലെ ചർച്ചിൽ പോകാനും എല്ലാ കാര്യങ്ങളിലും അവിടെ പങ്കെടുക്കാനും എല്ലാവരും മിടുക്കരാണ്. എല്ലാം ദൈവവിശ്വാസത്തിൽ വളർത്തിയത് കൊണ്ടാണ് രാജച്ചാച്ചൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണെന്ന്. ആ വിളിക്കൊത്ത് ഉയരുവാനായിട്ട് ദൈവം എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി. ആ ദൈവത്തിനാദ്യം ഞങ്ങൾ നന്ദി പറയുന്നു. ഒപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നിങ്ങൾക്കും നന്ദി പറയുന്നു. നന്ദി. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ സിജോ ജെയിംസ്. ഞാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട രൂപതയിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ പൂങ്കാവ് വലഞ്ചുഴി ഇടവകയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട സ്കറിയ റോസറി വില്ല അച്ഛൻ ഈ ഇടവകയുടെ സഹവികാരിയായിട്ടുമുണ്ട്. ഞങ്ങൾ 2 അച്ഛന്മാരാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുക. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട രാജൻ സാമുവൽ അച്ചായനെ പരിചയപ്പെടുത്തുന്നതിന് ഒത്തിരി വലിയ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട അച്ചായൻ ദൈവത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന ആ ഒരു വലിയ ചൈതന്യം, പരിശുദ്ധാത്മാഭിഷേകം മറ്റുള്ളവർക്ക് ശുശ്രൂഷയിലൂടെ നൽകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട രാജൻ സാമുവൽ അച്ചായൻ. ഇപ്പോൾ പത്തനംതിട്ട ഭദ്രാസനത്തിൽ കോന്നി വൈദിക ജില്ലയിൽ പാസ്റ്റർ കൗൺസിൽ മെമ്പറായിട്ട് പ്രിയപ്പെട്ട അച്ചായൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടവകയിലെ ഒരു പ്രാർത്ഥനാ യോഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം ഇടവകയിൽ വചനം പങ്കുവയ്ക്കുന്നതിലും കുടുംബങ്ങൾ സന്ദർശിക്കുന്നതിലും രോഗികളെ ആശ്വസിപ്പിക്കുന്നതിനും ഒക്കെ പ്രിയപ്പെട്ട അച്ചായൻ ഒത്തിരി സമയം കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഈ ഇടവകയുടെ ആത്മീയ ഭൗതിക വളർച്ചയിൽ, പ്രത്യേകിച്ച് ഇടവകയുടെ കമ്മിറ്റി അംഗം കൂടിയാണ് പ്രിയപ്പെട്ട അച്ചായൻ. അപ്പോൾ ഇടവകയുടെ ആത്മീയ ഭൗതിക വളർച്ചയിൽ വളരെ ശക്തമായ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഇടവകയിൽ ഈ പ്രിയപ്പെട്ട അച്ചായൻ്റെ വികാരിയായിരിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ ഇടവാംഗങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട അച്ചായൻ. നാം ഈ സമയം ഇത്രയും രാജൻ സാമുവൽ സാറിനെയും കുടുംബത്തെയും ശ്രവിക്കുകയായിരുന്നു. തൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരുതുന്ന ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിക്കുവാൻ സാധിച്ചു. നാം ഈ പ്രോഗ്രാമിലൂടെ ഈ അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.